തൃക്ക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗം. 4 ശനി സഞ്ചരിക്കേണ്ടത് കണ്ടകശനിയാണ്. 3 രാഹുവാണ്. 7 വ്യാഴാണ്. 9 കേതുവാണ്. ശരിക്കും കണ്ടകശനി അത്രയ്ക്കങ്ങ് ഉപദ്രവമാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും വ്യാഴം ഇവരുടെ ജന്മക്ഷേത്രമൊക്കെ ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ദുരിതങ്ങൾ വിദ്യാർത്ഥികൾക്കാണ് അനാവശ്യ ടെൻഷൻസ്, ഒരുപാട് കഷ്ടപ്പെട്ട് വരിക, അതുപോലെ മെമ്മറി ലോസ് സംഭവിക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ പ്രതികൂലം എന്ന് പറയാനില്ല, അനുകൂലം തന്നെയായില്ലേ വ്യാഴം. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ, ഇപ്പം ഈ ധനുക്കൂറുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ഈ അടുത്ത ഡിസംബറോട് കൂടി ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ മാതാപിതാക്കൾ ഇരിക്കുന്നെങ്കിൽ ആലോചന തുടങ്ങിക്കോളൂ. നിങ്ങൾ ഡിസംബറിൽ വിവാഹം നടത്തിയാൽ മതി. ജൂൺ 2 മുമ്പൊക്കെ നല്ല നല്ല പ്രൊപ്പോസൽസ് വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയമൊക്കെ വളരെ നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഈ സമയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാനുണ്ട് അടുത്ത ഒരു വർഷത്തേക്ക്, അതൊക്കെ തുടങ്ങി വെച്ചോളൂ. ഈ ജൂൺ മാസം 2 തീയതിക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ട്, അതൊക്കെ ചെയ്തു വെക്കാം. എന്തെങ്കിലും നിക്ഷേപിക്കാനുണ്ട്, അതൊക്കെ ചെയ്തു വെക്കാം. തുടങ്ങി വെക്കുക ജൂൺ 2 മുമ്പ്. കാരണം ജൂൺ 2 ശേഷം വ്യാഴം അഷ്ടമത്തിലേക്ക് പോകും. അതൊരു വർഷക്കാലമാണ്. ഒരു വർഷക്കാലം ചെറുതായിട്ട് നമുക്ക് അത് ഉദ്ദേശിക്കുന്ന സ്പീഡിൽ യാത്ര ചെയ്യില്ല, ഉദ്ദേശിക്കുന്ന അനുഭവ ഗുണം കിട്ടില്ല, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഒരു സുവ്യക്തമായൊരവസ്ഥ ആയിരിക്കില്ല ആ ഒരു വർഷക്കാലം വ്യാഴപ്പകർച്ച എന്നുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ജൂൺ 2 മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കേണ്ട അതൊക്കെ ചെയ്തു തീർക്കുക. പണികളോ മറ്റു കാര്യങ്ങളോ കൃഷികളോ വാഹനങ്ങളോ വ്യവസായത്തിലോ പുതിയ സംരംഭങ്ങളോ പുതിയ കാര്യങ്ങളോ ഒക്കെ ചെയ്തു വെക്കുക. പിന്നെ അതങ്ങ് പൊക്കോളും. എന്നിട്ട് ഈ ജൂൺ 2 ശേഷം വരുന്ന ഒരു വർഷക്കാലം, അത് പിന്നത്തെ ഒരു വർഷമാണ് വ്യാഴത്തിനെ വെച്ചാൽ. ആ ഡിസംബർ വരെയാണ് ഫലമെങ്കിലും ആ ഒരു വർഷക്കാലത്തേക്കുള്ള വൈഷ്ണവാദി ഉപാസനകളൊക്കെ നേരത്തെ തന്നെ തുടങ്ങി വയ്ക്കുക, ഇപ്പോഴേ തുടങ്ങാം. കാരണം നമുക്ക് അങ്ങനെ ഒരു വ്യാഴ അഷ്ടമത്തിലേക്ക് പോവാണ്. ചിലപ്പോൾ അടുത്ത വർഷത്തിൽ ഇതൊന്നും നടക്കാതെ വരും, ഉദ്ദേശിക്കണ പോലെ എത്തില്ല. അപ്പോഴേ പ്രാർത്ഥന തുടങ്ങിക്കോളൂ. അത് നടക്കുകയും വേണം, ചെയ്യേണ്ടത് ഇപ്പം ചെയ്തും വെക്കുക, അങ്ങനെ ഒരു ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തു വെക്കുമ്പോൾ കുറച്ചുകൂടെ കേമത്തായൊരു ഫലം വരും കേട്ടോ. പ്രാർത്ഥന ഉണ്ടായാൽ മതി, നല്ല നാമജപാദികൾ ഉണ്ടായാൽ മതി. ജൂൺ 2 ശേഷം ഈ ധനുക്കൂറുകാർക്ക് ഗുരുവായൂരപ്പനെ തൊഴുക, അകലെയുള്ളവരൊക്കെ തൊഴാൻ പറ്റുന്ന ഒരു മാസത്തിലും തൊഴുക. പക്കപ്പിറന്നാൾ കൃഷ്ണന് പാൽപ്പായസം കഴിക്കുക, ബുധനാഴ്ച ഹനുമാൻ സ്വാമിക്കോ ശ്രീരാമനോ അവിൽ നിവേദ്യം കഴിക്കുക, ഒക്കെ ചെയ്തു പോകാം. ഒക്കെ കേമാണ്, നല്ലതാണ്.